റെസ്റ്റോറൻറ്റ്സുള്ള സീഖ് കബാബാണ് ഇന്ന്. 1/2 കിലോളം നമ്മൾ ബോണ് ഇല്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, മാംസം മാത്രമായിട്ടുള്ളത്. 5-8 ചുള വെളുത്തുള്ളി, ഒരു വലിയൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സബോള കഷ്ണമാക്കി അതിലിട്ടിട്ടുണ്ട്, മല്ലിയില, പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച്, എരിവ് എത്രയാണ് വേണ്ട അതിനനുസരിച്ച് കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില ഉണങ്ങിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയാലും നല്ലതാണ്, ഫ്രഷ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്, ഗരം മസാല 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാനിതിൽ ഇട്ടത് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ, നമ്മുടെ റെഡ് ചില്ലി, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എത്ര, ഈ പച്ചമുളകും റെഡ് ചില്ലി അവനവൻ്റെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ വേണ്ടത് അതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി വേണം, അത് ഞാൻ മറന്നുപോയി, പിന്നീടാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ഒരു ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി വേണം കേട്ടോ. നമ്മുടെ സാധാ ജീരകത്തിൻ്റെ വറുത്ത് പൊടിച്ച പൊടി ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാർ എടുത്തിട്ട് 2 പോർഷനായിട്ട് അത് മാറ്റിയിട്ട് ഓരോ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും, ഒരുമിച്ചിട്ടാൽ അത് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. എന്നിട്ട് അതിലേക്ക് അരച്ച് നന്നായി അരച്ച് വെച്ചതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി കുഴച്ച് റെഡിയാക്കി വെക്കുക. എന്നിട്ട് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ സ്റ്റിക്കിൻ്റെ മുകളിൽ ചെയ്യുക, അല്ലാന്നെങ്കിൽ നല്ല ഈർക്കിളി ഉണ്ടല്ലോ, പച്ച ഈർക്കിളി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിക്കാനേ പാടുള്ളൂ, കാരണം ബട്ടറൊക്കെ അതിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ. പിന്നെ ചിക്കനിൽ പൊതുവേ കുറച്ച് എണ്ണ വരുമല്ലോ, എല്ലാം കൂടി നല്ലോണം എണ്ണ ഉണ്ടാവും, കുറേ എണ്ണ കൊണ്ടുപോയി ഒഴിക്കേണ്ട. അത് കാരണം കൊണ്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഈ സ്റ്റിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വയ്ക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അത് വെച്ച് നമ്മൾക്ക് സുഖമായിട്ട് സീഖ് കബാബ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല മല്ലിയിലയുടെ ചട്നിയുടെ കൂടെ ഇത് സൂപ്പർ കോംബോ ആണ്, അടിപൊളി സ്റ്റാർട്ടർ. വലിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് തലേദിവസം നമുക്കിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ലഞ്ച് ബോക്സിലേക്ക് ചപ്പാത്തിയുടെ കൂടെ ഇത് കട്ട് ചെയ്ത് റോളാക്കി അതിൻ്റെ ഉള്ളിൽ ഈ സാധനം സീഖ് കബാബ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ ഫിൽ ചെയ്തിട്ട് റോളാക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ ചട്നിക്ക് നമ്മൾ മല്ലിയിലയും കുറച്ച് പീനട്ടും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ലെമൺ ജ്യൂസും കൂടി അരച്ചെടുത്താൽ മതി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കേട്ടോ. സൂപ്പർ മല്ലിയില ചട്നി റെഡി. ട്രൈ ചെയ്യണേ എല്ലാവരും. താങ്ക്